അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് പുതിയ അക്രഡിറ്റേഷൻ്റെ ഒരുപാട് ഇഷ്യൂസും ഉണ്ട്. വേറെ പല കോളേജിനും ECFMG ഇല്ല. ഇന്ത്യയിൽ ഒരുപാട് കോളേജുണ്ട് ECFMG ഇല്ലാത്ത. അപ്പോൾ ഈ ECFMG ഇല്ലാത്തതിന്റെ എന്താണെന്ന് അറിയില്ല ആൾക്കാർക്ക്. ECFMG എന്താണ്? കാരണം ഇന്ത്യയിലെ കുട്ടികൾ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഞങ്ങൾ ഇന്ത്യയിലുള്ള മെഡിക്കൽ കോളേജുകൾ, കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളും മംഗലാപുരമുള്ള മുഴുവൻ മെഡിക്കൽ കോളേജുകളും ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് UK പോകാൻ ആഗ്രഹമുണ്ടോ, എന്താണ് പ്ലാൻ? അപ്പോൾ പലരും എന്താണെന്ന് വെച്ചാൽ തീരെ അവെയർ അല്ല. ഈ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പ്രോസസ്സ് എന്താണ്, എക്സാം എന്താണ്, എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എപ്പോൾ തുടങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവെയർ അല്ല. ശരിക്കും ECFMG എന്തിനാണെന്ന് എവിടെ ചെക്ക് ചെയ്യേണ്ടതെന്ന് പോലും ഇന്ത്യൻ സ്റ്റുഡൻസിന് അറിയില്ല. ECFMGയുടെ കാര്യം അത് ഇന്ത്യയുടേതല്ല. ECFMG നമുക്ക് ആവശ്യമുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ US പോയി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ECFMG നിർബന്ധമാണ്. കാരണം ECFMGൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നമുക്ക് USMLE 2 പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ECFMG അക്രഡിറ്റേഷൻ ഇല്ലാത്ത www.doms.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിലെ സ്പോൺസർ നോട്ടിൽ ECFMG കാണിക്കാത്തൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് USMLE US പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന സ്റ്റുഡൻസ് ഇപ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഒരു കാര്യം നടക്കും.